ഇങ്ങനെ പോണം അല്ലേ? പോയിട്ടില്ലെങ്കിൽ നമ്മളെ കൊയക്കന്നെ എന്ത് ചോറ് എന്തില്ല കയ്യാതെ അങ്ങനല്ലോ കഴിയാതെ മയക്കണം, ചത്തിട്ട് പോകണം, ആസ്പത്രിക്ക് ആവാതിരിക്കട്ടെ, ചത്തിട്ടേ പോകണം, ഇല്ലെങ്കിൽ ആസ്പത്രി ഡോക്ടർ പറഞ്ഞു ബൈ. കാണാൻ നല്ല രസമുള്ള സ്ഥലമൊക്കെ, പക്ഷെ ഇവിടുത്തെ ബുദ്ധിമുട്ട് കാണണമെങ്കിൽ ഇതാ. ഓക്കെ, ഇത് ദേരമ്പള ജോടുക്കല്ല് പോകുന്ന റൂട്ട്. ഒരു പാലത്തിൻ്റെ ഒരു നാട്ടിൻ്റെ അവസ്ഥ. 100-200 പോലെയുള്ള നാടാണിത്. ഏകദേശം ദിവസം ഒരു നാളിൽ 100-150 സ്റ്റുഡൻസ് പിള്ളേർ പോകുന്ന സ്ഥലം. നമ്മളെ നാട്ടിലത്തെ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നത് ഞാൻ. ഓക്കെ, ഇപ്പോൾ ഒരു 3 ദിവസം മുമ്പ് ഇവിടെ ഒരു പെണ്ണ് കിടാവ്, അതായത് വെള്ളത്തിലേക്ക് വീണിട്ട് ഒരാൾ രക്ഷിച്ചത് ഇതേ വെള്ളത്തിൽ. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ കാണും പോലല്ല, ഇത്ര തന്നെ ഈ പില്ലറിൻ്റെ അതേ ഡീപ്പിൻ്റെ അടിക്കുമുണ്ട്. ഓക്കെ, 150 പര, 150-200 പര ഇതിന് ചുറ്റുള്ള, അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള ആൾക്കാർ ഇതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈനൊന്ന് കാണാൻ, ഇതിപ്പോൾ ഞാൻ ഇതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നൊന്നുമല്ല, പക്ഷെ ഇത് കണ്ടിട്ട് ഇവിടുത്തെ നാട്ടുകാര സംഭവങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. പനക്ക് ധൈര്യം ഉണ്ടായിട്ട് വരുന്നൊന്നുമല്ല, പേടിയെല്ലാം ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. ഇതേ നാട്ടുകാരനെ നല്ലൊരു കർഷകനാണ്, നമുക്ക് ഇദ്ദേഹത്തോടെ തന്നെ ചോദിക്കാം. നിങ്ങളെ പേര്? ഞങ്ങള് കൃഷ്ണരായി. ഞാൻ ഉപ്പളത്ത് പോയിട്ട് വന്നത്, പോയി വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി എന്തായെങ്കിലും ഒരു സംഘത്താൽ അതായെങ്കിലും ബ്രിഡ്ജ് ആയെങ്കിലും നല്ലത്, ഇല്ലെങ്കിൽ ഒരു തൂക്കുസേത്തു ആയെങ്കിലും ആവും അല്ലേ. ഇതാക്കിയിട്ട് ഗവൺമെന്റ് കൊടുക്കണം. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കെങ്കിലും നല്ലത്. നമ്മളെ വീട് എത്രത്തോളം പോകുന്നുള്ളത് നോക്കാം. നമ്മളെ വീടിക്ക് ദിവസത്തെ ഒരു കുരി പോകുന്നില്ല ഉപ്പളത്ത് ജോഡ്കല്ലിക്ക്. ഇത് പറയുന്നത് ഒരു വയസ്സായ ആള്, എന്നെ പോലെ നിങ്ങളെ പോലെ കാണുന്ന പോലുള്ള ആളല്ല, കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പൊ അതും മനസ്സിലാക്കണം. ബ്രോന്റെ നിങ്ങളെ പേരെന്ത്? എന്റെ പേര് ഭവിഷ്യാണ്. എവിടെ പഠിക്കുന്നത്? ഇപ്പൊ മാംഗ്ലൂരിൽ പഠിക്കുന്നത്. നീ ഡെയിലിയിൽ പോകുന്ന ആളെന്നെ? ഡെയിലിയിൽ തന്നെ പോകുന്നത്. ഇപ്പോൾ ഇതിൽ പോകുന്ന കുറെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോ കുറെ പെണ്ണുകൾ ഉള്ള കോളേജിൽ തന്നെ പോകുന്നു. എത്ര കൊല്ലം ഈ പാലം വീണിട്ട്? വീണിട്ട് 4 കൊല്ലമായി. 4 കൊല്ലമായി. 4 കൊല്ലത്തിൽ നിങ്ങൾ സ്റ്റുഡൻസ്, അതായത് ഈ സ്റ്റുഡൻസ് ഇതിൽ പോകുന്ന വരുന്നല്ല ഇതേ വെള്ളത്തിൽ ഇതിൽ തന്നെ പോകുന്ന വരുന്ന ഇതിൽ പിന്നെ ഇതിന്റെ മീത്തിലല്ല വരുന്നതല്ലേ വരുന്നല്ലേ. അപ്പോൾ സ്കൂൾക്കെല്ലാം ലീവാക്കണം. ഓക്കെ, ഇപ്പൊ ആടുന്ന ഒരാൾ പറഞ്ഞു ഒരു 3 ദിവസം മുമ്പ് ഒരു കിടാവെന്തോ വീണെന്നില്ല തണ്ണിക്ക്. അവിടെ വീണ് ഒരാളുണ്ടെങ്കിൽ രക്ഷിച്ചു അല്ലേ. ഇല്ലെങ്കിൽ അത് അവര് എന്താ പറയാൻ. ഇത് നിങ്ങൾ കാണണോ? ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും എനിക്കറിയാല. ഇപ്പൊ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് ഇതൊരു പാലം ഇടീ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിന് ഈ നാട്ടിലേക്ക്. ഇനിയിപ്പോ ഇത് ദേരമ്പയിൽ ദേരമ്പൽ അത് സ്ഥലത്തിന് പേര് ദേരമ്പലത്ത് ജോഡുകല്ല് പോകുന്ന റൂട്ട്. ഇത് ഇഷ്ടം പോലെ നാട്ടിലെ ആൾക്കാരും പോകുന്ന സ്ഥലമാണ്. അതല്ലാതെ കൂടാതെ സ്റ്റുഡൻസ്, ചെറിയ മക്കൾ, ചെറിയ കിടാക്കോ, ആണെന്ന് പെണ്ണെന്ന് വയസ്സന്മാർന്ന് എന്തില്ലാതെ പോകുന്ന മെയിൻ ഒരു റൂട്ടാണിത്. അടുത്തൊരവസ്ഥയെ കാണുന്നത്. ഇപ്പം ഇന്നത്തെ വെള്ളം ഇങ്ങനെ, നാളെ ഇനിയിപ്പോൾ എത്രത്തോളം ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റുന്നത്? ഇതിപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഫീൽ ആയിട്ടാകുമ്പോൾ എടുത്തൊരു വീഡിയോ ഞാനിപ്പോൾ ഈനായിട്ട് വന്ന ഒരാളെ അല്ല, നമ്മൾ സാധാരണ വരുന്ന് കാണുന്ന പോകുന്നു. പക്ഷെ ഇന്ന് വെള്ളം വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് പേടി. കാരണം ഇതിലിപ്പോൾ ആൾക്കാർ ചെറിയ പിള്ളേർ നടന്നിട്ട് പോകുന്ന കണ്ട ബുദ്ധിമുട്ടോ പിന്നൊരാളവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു 3 ദിവസം മുമ്പ് ഒരു പെണ്ണ് കിടാവും വെള്ളത്തിലേക്ക് വീണ്. അപ്പം അന്ന് ആളുള്ളതിനെ കൊണ്ട് ആ കിടാനെ രക്ഷിക്കാൻ പറ്റി. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്രത്തോളം ഡേഞ്ചറാണ് ഈ സ്ഥലം എന്നുള്ളത്. ഇത് ഇവിടുത്തെ നാട്ടുകാർ, അപ്പുറത്തിപ്പുറത്തെല്ലായിട്ടുള്ള നാട്ടുകാർ തന്നെ. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങൾ എന്ത് നിന്നിട്ട് നമുക്ക് നാട്ടുകാരെന്നെ ചോദിക്കാം. പറഞ്ഞു. ഇപ്പോൾ ഈ പാലം പൊളിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. 4 വർഷമായിട്ടും ഇത് പുനർപണിയാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ MLA കുറേ പ്രാവശ്യം കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതുവരെ MLA ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഇവിടുന്ന് പൊളിക്ക് വീണു. അതായത് പിന്നെ ഇവിടെ നാട്ടുകാരുള്ളത് കൊണ്ട് നമ്മളവരെ രക്ഷിക്കാൻ പറ്റി. പക്ഷേ MLA ഇതുവരെ ഇപ്പോൾ MLA ഇൻസ്റ്റാഗ്രാമിലും ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് മറ്റേ ഈ ഡൽഹിയിലുള്ള സംഭവമാണ് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നാട്ടിൽ നടക്കുന്ന സംഭവം പോലും MLAക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ഈ നാട്ടിലുള്ള ആൾക്കാർ വിഷമം പറയുന്നുണ്ട് ഈ കാര്യത്തിനെ കുറിച്ച്. ലാസ്റ്റ് ടൈം ശിരൂരിലെല്ലാം പോയിട്ട് നല്ല പേരും കാര്യങ്ങളൊക്കെ ചെയ്താണ് MLA. പക്ഷെ ഇതുവരെ അവരുടെ മണ്ഡലത്തിൽ തന്നെ കടമ്പാറാണ് അവർ നോർമൽ വില്ലേജ്. കടമ്പാറിലുള്ള പ്രസിഡന്റ്, നമ്മളെ പഞ്ചായത്തിലുള്ള പ്രസിഡന്റ് കടമ്പാറാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നിച്ച് അതുപോലെ തന്നെ MLA രണ്ടുപേരും ഈ പാലം ഇപ്പോൾ
ഈ ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം ആരും വിസിറ്റ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. ഇപ്പോൾ MLA നമ്മൾ വോട്ട് ഇട്ടിട്ടാണ് MLA ഇവിടെ ഭരണം വരുന്നത്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇത് ആർക്കും എനക്ക് ഓർക്ക് ആർക്കും പേഴ്സണൽ ആയിട്ടുള്ള ആരെയും ഒരു സംഭവത്തിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ഓർക്കുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് വന്നിട്ട് ഇപ്പം ഈ വെള്ളം ഉള്ളതിനെ കൊണ്ട് ഇപ്പം നാളെ ഇത് കുറയോ കൂടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടും എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ വെള്ളം ഏകദേശം ഈ ബ്രിഡ്ജിന്റെ മുകളിൽ ആ ലെവലിൽ എത്തും. ഇപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളായ ആവട്ടെ, അല്ലെങ്കിൽ ഇവിടെ ജോബിന് പോകുന്ന ആൾക്കാരെ ഒരു 10-12 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നോർമലി ഇത് ഇങ്ങോട്ട് പോയാൽ ഏകദേശം 1 കിലോമീറ്ററിൽ നമുക്കൊരു ടൗൺ എത്തും. ബസ് സ്റ്റാൻഡോ ഓട്ടോറിക്ഷയോ അങ്ങനെ എന്തെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിൽ ഇവിടെ അടുത്ത് തന്നെ എത്തും. ഇതിപ്പോൾ ഈ എന്തുകൊണ്ട് ഈ നാട്ടുകാരെ വോയിസ് ആരും കേൾക്കുന്നില്ല എന്ന് നമുക്കും അറിയില്ല. എന്താണ് സംഭവം, MLA എന്തുകൊണ്ടാണ് ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതും നമുക്കും അറിയില്ല. അപ്പോൾ നമ്മൾ MLA-നോട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ആര് നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവരോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് ഇവിടെ വരണം, ഇപ്പോൾ വരണം, വന്നിട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ ഇത് കാണണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും ഇതേ AKM വോട്ടിട്ട് ഇതിനു വേണ്ടി നടക്കുന്ന ഒരാളാണെന്നുള്ള നിലയിൽ പറയും. MLA-നോടോ MP-നോടോ ആരോടായിട്ട് എല്ലാവരോടായിട്ടും. അതായത് നമ്മളെ നാട്ടിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് എത്രത്തോളം അതിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ പുറത്തുനിന്ന് വന്നിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ഭീകരാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഈ 4 കവുങ്ങ് 4 ഒരു 10-12 കവുങ്ങ് വെച്ചിട്ട് ഇത് സ്റ്റുഡൻസ് പോകുന്നില്ല. സ്റ്റുഡൻസ് പോയതുമല്ല, സ്റ്റുഡൻസ് വെള്ളത്തിലേക്ക് വീണ്. അന്ന് ആളുള്ളതിനെ കൊണ്ട് അന്നെടുത്ത് നാട്ടുകാർ ഒരാളെ കണ്ട് ഉള്ളതിനെ കൊണ്ട് അതെന്തോ അൽഹംദുലില്ലാ എന്ത് ബുദ്ധിമുട്ടായിട്ടില്ല. പക്ഷേ അതിലെന്തോ ലാപ്ടോപ്പാ പിന്നെന്തോ CV അങ്ങനത്തെ കുറേ സംഭവം ഡോക്യുമെൻ്റ് എല്ലാം പോയിന്. അതിൽ ആ വെള്ളത്തിൽ പോയിനത് കിട്ടിയിട്ടില്ല. എന്ത് പോയി സിറാത്ത് പാലം നല്ല ചെന്ന് കേട്ടിന്. സിറാത്ത് പാലം ഇത് തന്നെയാണ്. അപ്പുറത്ത് നോക്ക്, അപ്പുറത്ത് ഈ കാണുന്നത് റിക്ഷ വന്നതാണ്. ഇപ്പം അങ്ങനെ തന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് ഒരു ഫാമിലി അതിന് മക്കൾ ആരെങ്കിലും വരാനുണ്ടാവും. നിങ്ങൾക്കിതാ ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം, ഇതിപ്പോൾ രാത്രി അതിന് സമയം എത്രത്തോളം ഉണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ നോക്ക്, ഒരു സ്ത്രീ വരുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. എത്ര ബുദ്ധിമുട്ടിൽ വരുന്ന നോക്ക്. അതും കയ്യിൽ ഒരു പുരക്ക് ഒരു നാളിലേക്ക് വേണ്ട സാധനം കൊണ്ട് വരുന്നത്. അപ്പോൾ ആ സ്ത്രീൻ്റെ ഭർത്താവാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, കാത്തിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ എത്ര ബുദ്ധിമുട്ടിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടങ്ങ് മനസ്സിലാവും, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വീട് ആരും എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് പരമായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി പരമായിട്ട് എന്തും എടുക്കാതെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കിയിട്ട് അവരോട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം. ഓരിപ്പോൾ പറയുന്നവർക്ക് തൂക്കുപാലെങ്കിലും മതി എന്നുള്ളൊരു നിലയിലാണുള്ളത്. അതായത് അത്രയും ബുദ്ധിമുട്ട് ഈ കാണുന്നതല്ല ബുദ്ധിമുട്ട്. അതായത് സ്റ്റുഡൻസ് കുറേ വരുന്ന സ്ഥലമാണിത്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിലോ, പക്ഷേ ഈ വെള്ളത്തിൻ്റെ സമയത്ത് ഇത്രയും വെള്ളത്തിൻ്റെ സമയത്ത് ഞാൻ വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ ഓരോ ബുദ്ധിമുട്ട് നോക്ക്, നിങ്ങൾ പറഞ്ഞോ. ನಾನು ಕೆಲಸಕ್ಕೆ ಅಂತ ಇಲ್ಲಿಂದ ಹೋಗುದು, ಇವರಿಗೆ ಹುಷಾರಿಲ್ಲ, ನಾನು ಕೆಲಸ ಮಾಡಿ ಆಗ್ಬೇಕು. ಆಚೆಯಿಂದ ಹೋದ್ರೆ ನಮ್ಗೆ 200 ರೂಪಾಯಿ ರಿಕ್ಷೆಗೆ ಆಗ್ತದೆ. 2 ಸಲ ಹೋಗುವಾಗ 400 ರೂಪಾಯಿ ಆಯ್ತು. ನನಗೆ ಅಷ್ಟು ಬರುದಿಲ್ಲ, DD ಕಲೆಕ್ಷನ್ ಮಾಡೋದು. ഇതിപ്പോൾ ഇതേ ഒരു പേഷ്യൻറ്റ്, അപ്പോൾ ഇതേ പറ്റാത്തതിനെ കൊണ്ട് ബുദ്ധിമുട്ടിൽ നിങ്ങൾ നോക്കി ഇത്ര സ്ട്രഗിളായിട്ട് പോയിട്ട് വരുന്ന ഒരു സ്ത്രീയാണിത്. അപ്പോൾ ഓരോ ബുദ്ധിമുട്ട് അത് ഇതുപോലെ എത്രത്തോളം ആൾക്കാർ എത്ര ബുദ്ധിമുട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ತುಂಬಾ ಕಾಲೇಜಿಗೆ ಹೋಗುವ ಮಕ್ಕಳು ಎಲ್ಲರೂ ಇಲ್ಲಿಂದಲೇ ಹೋಗುದು. ಆಚೆಯಿಂದ ಹೋಗ್ಲಿಕ್ಕೆ ಅಷ್ಟು ಯಾರಿಗೆ ಕೂಡ ಇದು ಇರುವುದಿಲ್ಲ, ಟೈಮ್ ಕೂಡ ಸಾಕಾಗುದು. ಆಚೆಯಿಂದ ಇದು ಹತ್ತಿರದ ಸ್ಥಳ ನಮ್ದು. ಇಲ್ಲಿಂದ ನಮಗೆ ಒಂದು ನಡೆದುಕೊಂಡು ಹೋಗುವಂತ ಇಂಥದ್ದೊಂದು ತೂಗು ಸೇತುವೆ ಆದ್ರೂ ಮಾಡಿ ಕೊಡ್ಬೇಕು. ಇಲ್ಲದ್ರೆ ಮೊನ್ನೆ ಆದ ಘಟನೆಯಾಗಿ ಇನ್ನು ಕೂಡ ಯಾರಿಗಾದ್ರೂ ಜೀವ ಹೋಗುವ ಮುಂಚೆ ಮಾಡಿಕೊಟ್ಟು. ഇല്ല അങ്ങനെ ഉണ്ടാവല്ലോ, നമ്മൾ നോക്കാം. അതായത് ഈ നാട്ടിലത്തെ മെയിൻ കർഷകനാണ്. ഓക്കെ, മെയിൻ കർഷകന് വയസ്സായ ഒരാൾ. നമുക്ക് അയാളോട് തന്നെ ചോദിക്കാം. നാരായണന്നല്ലേ? അപ്പോ കൃഷ്ണൻ ചേട്ടന് ഇനിയിപ്പോ ഈ പാലത്തിന്റെ, അതായത് ഈ പാലം കെട്ടിയിട്ട് എത്ര കൊല്ലായി പോയിട്ട്? 4 കൊല്ലായി പോയിട്ട് നമ്മൾക്ക് ഒരു ഇത് വലിയ ഇത് ബുദ്ധിമുട്ട് അല്ല. ഒരു ഇത് തൂക്കുസേത്തായെങ്കിൽ അതായെങ്കിൽ നമ്മളൊക്കെ വരുമ്പോ കൊല്ലൊക്കെ ആക്കിയിട്ട് കൊടുക്കണം. ഇതിപ്പോ നിങ്ങളെ ഡെയിലി യൂസിനുള്ള സാധനം നിങ്ങൾ പോകണം അല്ലേ? പോയിട്ടില്ലെങ്കിൽ നമ്മളെ കൊയക്കന്നെ എന്ത് ചോറ് എന്തില്ല കയ്യാതായെങ്കിൽ അങ്ങനല്ലോ. കയ്യാതായെങ്കിൽ മരിക്കണം, ചത്തിട്ട് പോകണം. ആസ്പത്രിക്ക് പോകാതിരിക്കട്ടെ, ചത്തിട്ടേ പോകണം. ഇല്ലെങ്കിൽ ആസ്പത്രി ഡോക്ടർ പറയണി ബൈയില്ല. അങ്ങായിട്ട് ഒരു തൂക്കുസേത്തായെങ്കിൽ ആക്കിയിട്ട് കൊടുക്കണം വരുമ്പോ കൊല്ലൊക്കെ. നോക്കാം, ഇപ്പൊ എനക്ക് പറ്റും പോലെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ നോക്കാം. ഇനി ഇത് എന്തെല്ലാം എത്രത്തോളം ആവുന്നുള്ളത് അറിയാലോ. ആവല്ലേ? ആരെങ്കിലും പറയോ
ഈ സ്ഥലത്ത് മാറിയിട്ടാണ് ഇപ്പം കണ്ടുള്ള സ്ഥലം എന്നുള്ളത്. ഇത്രയും നല്ല സ്ഥലമാണത്. എന്താ ഇങ്ങോട്ടേക്കുള്ള റോഡ് ഇത്, അങ്ങോട്ടേക്ക് ആ പാലത്തിലേക്ക് പോകാനുള്ള ഇത്രയും സുന്ദരമായ സ്ഥലമാണിത്.